ഹലോ, എന്നത്തെ പോലെ എന്താ നമ്മുടെ ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ അടച്ചു പൂട്ടിയിട്ടിരിക്കുന്ന ജനലൊക്കെ ഒന്ന് തുറന്ന് റൂമിലേക്ക് കുറച്ച് ഫ്രഷ് എയർ കയറട്ടെ എന്ന് ഞാനും കരുതി. ഡേ കുറച്ച് ഫ്രഷായി സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പോഴേക്കും അത് ഓപ്പോസിറ്റ് ഫ്ലാറ്റിലെ പിള്ളേരൊക്കെ താഴെ സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അവരോട് കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് വന്ന ബെഡൊന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് കരുതി. എനിക്കിത് പലപ്പോഴും പറ്റാറില്ല കേട്ടോ, ബട്ട് മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഇങ്ങനെ നമ്മൾ എഴുന്നേറ്റ് വന്ന ബെഡൊക്കെ ക്ലീൻ ചെയ്ത് അതൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി വിരിച്ച് ആ ഡേ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി ഭയങ്കര എനർജറ്റിക് ആൻഡ് പ്രൊഡക്റ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പോഴേക്കും അതാ ഞാൻ നമ്മുടെ കുഞ്ഞാപ്പൂനെയും ധർണീനെ ഒന്ന് എഴുന്നേൽപ്പിക്കാമെന്ന് കരുതി. ധർണി എപ്പോഴാണ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെ പോയി കിടന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. നമ്മുടെ കുഞ്ഞാപ്പൂ ലൈറ്റ് ഇട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. അതാ കണ്ടത്. അവന് ചിലപ്പോൾ ചെറിയ സൗണ്ടൊക്കെ ഒരു ഞെട്ടലൊക്കെ കൊടുക്കും. ആൻറ്റിയുടെ ഒക്കെ നല്ല ചൂട് കാപ്പി കിട്ടിയിട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം അവിടെ ഇരുന്ന് റിലാക്സ്ഡ് ആയിട്ട് കുടിച്ചു. പിന്നെ ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് ഒട്ടും വൈകിക്കാതെ പോയി ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡിയായി. ഇന്ന് നമുക്കൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ട്. പിന്നെ നമ്മളൊരു ലോങ് വെക്കേഷൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പർച്ചേസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് തീർത്തിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നേരെ ആദ്യം ഫാമിലി ഫംഗ്ഷന് പോവുക. അത് കഴിഞ്ഞ് നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് മാക്സിമം നേരത്തെ വീട്ടിലെത്താം എന്നുള്ള പ്ലാനോട് കൂടിയാണ് ഞങ്ങൾ രണ്ടാളും ഇറങ്ങിയത്. അപ്പോൾ ആദ്യത്തെ വലിയ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബൈക്കിൽ പോകണോ കാറിൽ പോകണോ എന്നുള്ളതാണ്. കാരണം ഈ റൂട്ട് ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ബൈക്കിൽ പോകാമെന്ന് വിചാരിച്ചാലും ഇപ്പോൾ മോർണിംഗ് ഇവിടെ ഭയങ്കര വെയിലും ഈവനിങ് നേരെ ഓപ്പോസിറ്റ് ഭയങ്കര മഴയാണ്. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ബൈക്കിൽ പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നല്ല മാക്സിമം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പ്ലാൻ അവിടെ തന്നെ കുറച്ച് പാളി. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന വഴിയിൽ പുതിയതായിട്ട് തുടങ്ങിയൊരു ഡിമാർട്ട് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അവിടെ തന്നെ അങ്ങ് കയറിയേക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അതുകൊണ്ട് എങ്ങനെയാണ് ഇവിടെ അത്യാവശ്യം നമ്മൾ വിചാരിക്കുന്ന പ്രോഡക്റ്റ്സ് ഉണ്ടാവുമോ എന്തോന്നറിയില്ല. കാരണം ഇത് കുറച്ച് ഔട്ടറാണ്, സിറ്റിയിലല്ല. എന്തായാലും നമ്മൾ കയറി നോക്കി. വിചാരിച്ച പോലെ തന്നെ ഗൈസ് നമുക്ക് അവിടെ നിന്നൊന്നും തന്നെ കിട്ടിയില്ല. നമ്മൾ പ്ലാൻ ചെയ്ത സാധനങ്ങളൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങാതെയും പോകുന്ന ശീലം നമുക്ക് പണ്ടേ ഇല്ലാത്തത് കൊണ്ട് കൈ കിട്ടിയത് എന്തൊക്കെയോ ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ എന്തോ കൗതുകത്തോടു കൂടി അതെല്ലാം മേടിച്ച് വാരിക്കൂട്ടി. ധാരണ കവറിൻ്റെ കാശ് ലാഭിക്കാൻ വേണ്ടി അതെല്ലാം കയ്യിൽ വാരിക്കൂട്ടി ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടോ. അപ്പോൾ ഇത് അവിടെ നിൽക്കുന്ന ചേച്ചി നമ്മളോട് പറഞ്ഞു, ഇവിടെ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ചേച്ചിയുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് വന്നു. അപ്പോഴാണ് ഗൈസ് നമ്മൾ കണ്ടത് നമ്മൾ പെട്ടിരിക്കുന്നു. കാരണം വലിയ മഴ വരാൻ പോവുകയാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയേക്കാമെന്ന് കരുതി. കാരണം മഴയിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാണ് പ്രശ്നം. ഒന്ന് ഹെവി ട്രാഫിക് ആയിരിക്കും, ഇന്നൊന്നും നമുക്ക് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റില്ല. കറക്റ്റ് എന്നല്ല, ഓൾറെഡി ലേറ്റാണ്. അത് കുറച്ചും കൂടെ സമയമെടുക്കും എത്താൻ. എന്തുകൊണ്ടോ ഭാഗ്യം എന്ന് പറയാം, നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലും പറമ്പുകളിലും മഴയൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടില്ലേ, നല്ല ക്ലീനാണ്. പക്ഷേ ക്ലൗഡ്സ് കുറേശ്ശായിട്ട് നമ്മുടെ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വന്ന് കയറിയപ്പോൾ നല്ല മഴയായിരുന്നു. എന്തുകൊണ്ടോ നമ്മൾ മഴയിൽ പെടാതെ രക്ഷപ്പെട്ടു. ബട്ട് ഇനിയാണ് ഗൈസ് ടാസ്ക് കിടക്കുന്നത്. കണ്ടില്ലേ, ഇതൊരു പാക്കിംഗ് അപാരത കേട്ടോ. അപാരത അങ്ങനെയാണെന്ന് തോന്നുന്നു ആ സാധനം. കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ലോങ് വെക്കേഷൻ പോവാന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മാസമായിട്ട് ഭയങ്കര കാൽക്കുലേറ്റ് ചെയ്ത് പാക്കിങ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഐഡിയോളജിക്കായിട്ട് മൂവ് ചെയ്യുമായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. ലാസ്റ്റ് ടൈം പാക്കിംഗ് ആണ് എനിക്ക് എപ്പോഴും വർക്കൗട്ട് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ധരണീനെ ഞാൻ ഹെൽപ്പിന് വിളിച്ചു. കാരണം ഈ കാണുന്ന തുണികളെല്ലാം കൂടെ ഞാൻ ആ സൂട്ട് കേസിൽ എങ്ങനെ കുത്തിക്കയറ്റും. കാരണം ഞാൻ എൻ്റെ ഒരു സൂട്ട് കേസ് ലാസ്റ്റ് ടൈം നാട്ടിൽ നിന്ന് വന്നപ്പോൾ മറന്നു വെച്ചിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ധരണി എന്നെ പറയാവുന്നതിലധികം പറഞ്ഞുകൊണ്ടിട്ട് ആ തുണികളൊക്കെ ബാഗിലേക്ക് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ അവിടെ ഇരുന്ന് ധരണീനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ രാത്രി ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ടാവും. ഈ ആസ് യൂഷ്വൽ ഒരു ലോറിയിൽ കൊള്ളാവുന്നുള്ള സാധനങ്ങളുണ്ട്. ഇനി അടുത്ത ചലഞ്ച് ഇതെല്ലാം എങ്ങനെ കാറിൽ കുത്തിക്കയറ്റും എന്നുള്ളതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ടാറ്റാ ബൈ ബൈ.